അധ്യായം 16 അന്നഹൽ നാമം. 68-ാം സൂക്തത്തിലുള്ള വ ഔഹ റബ്ബുക ഇലൻ നഹ്ലി അഥവാ നിന്റെ നാഥൻ തേനീച്ചകൾക്ക് വഹി നൽകി എന്നതിൽ നിന്നെടുത്തതാണ് ഈ അധ്യായത്തിന്റെ പേർ. ഇത് ഒരടയാളം മാത്രമാണ്, ചർച്ചാ വിഷയത്തിന്റെ ശീർഷകമല്ല. അവതരണകാലം. ഈ അധ്യായത്തിലെ പല സൂക്തങ്ങളും ഇതിന്റെ അവതരണകാലത്തിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ഉദാഹരണമായി 41-ാം സൂക്തത്തിൽ പറയുന്നു, മർദ്ദനം അനുഭവിച്ച ശേഷം അള്ളാഹുവിനു വേണ്ടി ഹിജ്റ ചെയ്തവർ. ഈ സമയത്ത് ഹബ്ശയിലേക്കുള്ള ഹിജ്റ നടന്നു കഴിഞ്ഞിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. 106-ാം സൂക്തത്തിൽ സത്യവിശ്വാസം കൈക്കൊണ്ട ശേഷം ആരെങ്കിലും അള്ളാഹുവിനെ നിഷേധിച്ചാൽ എന്നു തുടങ്ങുന്ന ഭാഗങ്ങളിൽ നിന്ന് ആ സമയത്ത് അക്രമമർദ്ദനങ്ങൾ രൂക്ഷമായി തീർന്നിരുന്നുവെന്ന് മനസ്സിലാക്കാം. ഹൃദയം സമ്മതിക്കാതെ പീഡനങ്ങൾ മൂലം ആരെങ്കിലും കുഫറിന്റെ വാക്കുകൾ ഉച്ചരിച്ചാൽ അതിന്റെ വിധി എന്താണെന്ന ചോദ്യം ഉത്ഭവിച്ചിരുന്നുവെന്നും ഗ്രഹിക്കാവുന്നതാണ്. 112 മുതൽ 114 വരെയുള്ള സൂക്തങ്ങളിൽ ഒരു പട്ടണത്തിന്റെ ഉദാഹരണം വിവരിച്ചിരിക്കുന്നു. നബി തിരുമേനിയുടെ നിയോഗാനന്തരം മക്കയിലുണ്ടായ ഭയങ്കര ക്ഷാമം ഈ സൂക്തത്തിന്റെ അവതരണകാലത്ത് അവസാനിച്ചിരുന്നു എന്നാണിതിന്റെ സൂചന. ഈ അധ്യായത്തിലെ 115-ാം സൂക്തം സൂറ അൽ അൻആമിലെ 119-ാം സൂക്തത്തിൽ പരാമർശിക്കപ്പെട്ടതാണ്. അതേപോലെ 118-ാം സൂക്തത്തിൽ സൂറ അൽ അൻആമിലെ 146-ാം സൂക്തത്തെ പരാമർശിക്കുന്നുണ്ട്. ഈ രണ്ട് സൂക്തങ്ങളുടെയും അവതരണം ഏറെക്കുറെ അടുത്തടുത്തായിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ പറഞ്ഞ തെളിവുകളിൽ നിന്ന് ഈ അധ്യായം മക്ക ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അവതരിച്ചതാണെന്ന് മനസ്സിലാക്കാം. അധ്യായത്തിന്റെ പൊതുവായ അവതരണ ശൈലിയും ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നുണ്ട്. മുഖ്യപ്രമേയം: ശിർക്കിനെ നശിപ്പിക്കുക, തൗഹീദിനെ സ്ഥാപിക്കുക, പ്രവാചകന്റെ പ്രബോധനം നിരാകരിക്കുന്നതിന്റെ ദുഷ്ഫലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക, സത്യത്തെ എതിർക്കുന്നതിനെ ആക്ഷേപിക്കുക, നിഷേധികളെ താക്കീത് ചെയ്യുക എന്നിവയാണ് ഇതിലെ മുഖ്യ വിഷയങ്ങൾ. വിവരണം: മുഖവുരയൊന്നും കൂടാതെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു വാചകം കൊണ്ടാണ് ഈ സൂറ ആരംഭിക്കുന്നത്. മക്കയിലെ സത്യനിഷേധികൾ പലതവണ പറഞ്ഞിരുന്നു, ഞങ്ങൾ നിങ്ങളെ കളവാക്കുകയും പൂർണ്ണമായും എതിർക്കുകയും ചെയ്തുകൊണ്ടിരുന്നിട്ടും നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന ദൈവശിക്ഷയൊന്നും വന്നു കാണാത്തതെന്തുകൊണ്ട്? മുഹമ്മദ് നബി പ്രവാചകനല്ലെന്ന് സ്ഥാപിക്കാൻ ഏറ്റവും ശക്തമായ ഒരു തെളിവാണിതെന്ന നിലയിലാണ് അവർ ഈ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് പറയുകയാണ്, വിഡ്ഢികളെ, ദൈവത്തിന്റെ ശിക്ഷ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്. അതുടനെ പൊളിഞ്ഞു വീഴാൻ ബഹളം കൂട്ടരുത്. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ബാക്കിയുള്ള അല്പസമയം ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിനുശേഷം ഉടനെ തന്നെ ഉദ്ബോധന ഭാഷണം ആരംഭിക്കുകയാണ്. ഇനി പറയുന്ന വിഷയങ്ങൾ ഒന്നിനു പിന്നിലൊന്നായി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന്, ശ്രദ്ധേയമായ തെളിവുകളും പ്രപഞ്ചത്തിലും സ്വന്തം ശരീരത്തിലുമുള്ള ദൃഷ്ടാന്തങ്ങളും വിവരിച്ച് ശിർക്ക് മിഥ്യയാണെന്നും തൗഹീദാണ് സത്യമെന്നും വ്യക്തമാക്കുന്നു. 2, നിഷേധികളുടെ ആരോപണങ്ങൾ, സംശയങ്ങൾ, എതിർ തെളിവുകൾ എന്നിവയെ ഖണ്ഡിക്കുന്നു. 3, അസത്യത്തിൽ ശാഠ്യം പിടിക്കുകയും സത്യത്തിനെതിരിൽ അഹങ്കാരം കൈക്കൊള്ളുകയും ചെയ്യുന്നതിന്റെ ദുഷ്ഫലത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്നു. 4, മുഹമ്മദ് നബി കൊണ്ടുവന്ന ദീൻ മനുഷ്യജീവിതത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ധാർമ്മികവും കർമ്മപരവുമായ പരിവർത്തനങ്ങൾ സംക്ഷിപ്തമായും എന്നാൽ ആകർഷകമായ ശൈലിയിലും വിവരിക്കുന്നു. മുശ്രിക്കുകൾ ദൈവത്തെ റബ്ബായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കേവലം ഒരു അംഗീകാരം മതിയാവുകയില്ലെന്നും മറിച്ച് അതിന്റെ ചില താൽപര്യങ്ങൾ വിശ്വാസത്തിലും സ്വഭാവത്തിലും കർമ്മജീവിതത്തിലും കാണപ്പെടേണ്ടതുണ്ടെന്നും ഓർമ്മപ്പെടുത്തുന്നു. 5, നബി തിരുമേനിയെയും അനുയായികളെയും സമാധാനിപ്പിക്കുന്നു. അതോടൊപ്പം സത്യനിഷേധികളുടെ പീഡനങ്ങൾക്കും തടസ്സപ്പെടുത്തലുകൾക്കുമെതിരിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അതാ അംറുല്ലാഹി ഫലാ തസ്തഅ്ജിലൂ സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അള്ളാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞു. ഇനി അതിനുവേണ്ടി ധൃതിപ്പെടേണ്ട. ഈ ജനം ആരോപിക്കുന്ന പങ്കാളിത്തങ്ങളിൽ നിന്നൊക്കെയും പരിശുദ്ധനും അത്യുന്നതനുമത്രേ അവൻ. അള്ളാഹുവിന്റെ തീരുമാനം വന്നു ഭവിക്കുക തന്നെ ചെയ്യും. അതിന്റെ സമയം വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഇവിടെ ഭൂതകാലക്രിയ ഉപയോഗിക്കാൻ കാരണം
ഒന്നുകിൽ അത് അങ്ങേയറ്റം ഉറപ്പാണെന്നും വളരെ അടുത്തെത്തിയിരിക്കുന്നുവെന്നും ധ്വനിപ്പിക്കുകയാവാം. അല്ലെങ്കിൽ സത്യനിഷേധികളായ ഖുറൈശികളുടെ ധിക്കാരവും ദുർവൃത്തിയും അതിരു കവിഞ്ഞിരുന്നതിനാൽ തീരുമാനമെടുക്കാൻ സമയം ആസന്നമായിട്ടുണ്ടാവാം. ഈ തീരുമാനം എന്തായിരുന്നുവെന്നും എങ്ങനെയാണത് വന്നതെന്നും ചോദിച്ചേക്കാവുന്നതാണ്. നാം മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: തിരുമേനിയുടെ മക്കയിൽ നിന്നുള്ള ഹിജ്റയാണ് ഈ തീരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള കൽപ്പന ഉടനെ തന്നെ ലഭിച്ചിട്ടുണ്ട്. തിരുമേനി ഏതൊരു ജനതയിലേക്കാണോ നിയോഗിക്കപ്പെട്ടിരുന്നത്, ആ ജനതയുടെ നിഷേധവും ധിക്കാരവും അവസാന പരിധിയിലെത്തിയിരുന്നു. അതിനുശേഷമാണ് ഹിജ്റയ്ക്കുള്ള കൽപ്പന ലഭിച്ചതെന്നും ഈ കൽപ്പന അദ്ദേഹത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്നതായിരുന്നുവെന്നും ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം ഒന്നുകിൽ അവരുടെ മേൽ ശിക്ഷ വന്നു ഭവിക്കുന്നു, അല്ലെങ്കിൽ പിന്നീട് തിരുമേനിയുടെയും കൂട്ടുകാരുടെയും കരങ്ങൾ വഴി അവർ ഉന്മൂലനം ചെയ്യപ്പെടുന്നു. ഈ വസ്തുത ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഹിജ്റ നടന്നപ്പോൾ മക്കയിലെ നിഷേധികൾ ധരിച്ചത് തീരുമാനം അവർക്ക് അനുകൂലമാണെന്നാണ്. പക്ഷേ 8-10 വർഷത്തിനകം മക്കയിൽ നിന്നു മാത്രമല്ല, അറേബ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നു തന്നെ കുഫറിന്റെയും ഷിർക്കിന്റെയും വേരുകൾ പറിച്ചെറിയപ്പെടുന്നതാണ് ലോകം കണ്ടത്. ആദ്യ വാചകവും രണ്ടാമത്തെ വാചകവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ അതിന്റെ പശ്ചാത്തലം ഗ്രഹിക്കേണ്ടതുണ്ട്. സത്യനിഷേധികൾ നബി തിരുമേനിയെ വെല്ലുവിളിച്ചിരുന്നത് ഈ ചോദ്യമുന്നയിച്ചായിരുന്നു: നീ ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൈവവിധി എന്താണ് ഇനിയും വന്ന് കാണാത്തത്? ഞങ്ങളുടെ ശിർക്കൻ മതാചാരങ്ങളാണ് സത്യം. മുഹമ്മദ് വെറുതെ അള്ളാഹുവിന്റെ പേരിൽ ഒരു ദുർമതം പ്രചരിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അതിനനുമതി ലഭിച്ചിട്ടില്ല എന്നിങ്ങനെയുള്ള ചിന്താഗതികളായിരുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നത്. ഞങ്ങൾ അള്ളാഹുവിനാൽ കൈയൊഴിക്കപ്പെട്ടവരാണ്. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനുമാണ്. എന്നിട്ടും ഞങ്ങൾ അദ്ദേഹത്തോട് ചെയ്യുന്ന ദ്രോഹങ്ങളുടെ പേരിൽ ഒരാപത്തും സംഭവിക്കുന്നില്ലല്ലോ എന്നായിരുന്നു അവർ ഇതിന് തെളിവായി ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ടാണ് ദൈവിക തീരുമാനം പ്രഖ്യാപിച്ച ഉടനെ തന്നെ പ്രസ്തുത തീരുമാനം നടപ്പാക്കാൻ വൈകിയതിന് കാരണം നിങ്ങൾ ധരിച്ചുവെച്ചതല്ലെന്ന് വ്യക്തമാക്കിയത്. അതോടൊപ്പം അള്ളാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധനും ഉന്നതനുമാണെന്നും അവൻ ഒരു പങ്കുകാരുമില്ലെന്നും അവരെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു. ينزل الملائكة بالروح من أمره على من يشاء من عباده أن أنذروا أنه لا إله إلا أنا فاتقون. മലക്കുകളിലൂടെ ഈ ചൈതന്യത്തെ അവൻ തന്റെ ആജ്ഞാനുസാരം താൻ ഇച്ഛിക്കുന്ന ദാസന്മാരിലേക്ക് ഇറക്കിക്കൊടുക്കുന്നു. ഞാനല്ലാതെ ദൈവമേതുമില്ലെന്നും ആകയാൽ എന്നെ സൂക്ഷിച്ചു വാഴുവിൻ എന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ കൽപ്പിച്ചുകൊണ്ട്. മലക്കുകളിലൂടെയുള്ള ചൈതന്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകത്വത്തിന്റെ ചൈതന്യമായ വഹിയാണ്. അത് ഉൾക്കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഈ ദിവ്യബോധനത്തിന് ധാർമ്മിക ജീവിതത്തിലുള്ള സ്ഥാനം സാധാരണ ജീവിതത്തിൽ ആത്മാവിനുള്ള അതേ സ്ഥാനമാണ്. അതിനാൽ ഖുർആൻ പല സ്ഥലങ്ങളിലും അതിനെ ചൈതന്യം, ആത്മാവ് എന്നൊക്കെ അർത്ഥം വരുന്ന റൂഹ് എന്ന പദം കൊണ്ടാണ് വിവരിച്ചിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതിനാൽ ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാവിനെ 3 ദൈവങ്ങളിലൊന്നായി സങ്കല്പിച്ചിരിക്കുകയാണ്. തീരുമാനം ആവശ്യപ്പെടുന്നതിനായി നിഷേധികൾ നടത്തിയിരുന്ന വെല്ലുവിളികൾക്ക് പിന്നിൽ തിരുമേനിയുടെ പ്രവാചകത്വത്തിന്റെ നിഷേധം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഷിർക്കിന്റെ നിഷേധത്തോടൊപ്പം തന്നെ തിരുമേനിയുടെ പ്രവാചകത്വം സ്ഥാപിക്കുക കൂടി ചെയ്യുന്നത്. ഇത് മുഹമ്മദ് കെട്ടിച്ചമച്ച കൃത്രിമ വാക്കുകളാണെന്നായിരുന്നു അവരുടെ വാദം. ഇതിന് മറുപടിയായി അള്ളാഹു പറയുന്നു, അല്ല, ഇത് നാം കനിഞ്ഞേകിയ ചൈതന്യമാണ്. അത് നന്നായി ഉൾക്കൊണ്ട ശേഷമാണ് ഈ വ്യക്തി പ്രബോധന കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ ദാസന്മാരിൽ താൻ ഇച്ഛിക്കുന്നവരിലേക്ക് അതവൻ ഇറക്കിക്കൊടുക്കുമെന്ന പിന്നീടുള്ള ഭാഗം സത്യനിഷേധികളുടെ മറ്റൊരാരോപണത്തിന്റെ മറുപടിയാണ്. അവർ പറഞ്ഞിരുന്നു, അള്ളാഹുവിന് ഒരു നബിയെ അയക്കണമെങ്കിൽ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ആകണമായിരുന്നോ? അത് മക്കയിലും ത്വായിഫിലും വളരെ വലിയ നേതാക്കന്മാർ പലരും കഴിഞ്ഞുപോയി. അവരിലാരും ദൈവത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടില്ലേ? ഇങ്ങനെയുള്ള പൊള്ളയായ ആരോപണങ്ങൾക്ക് ഇതല്ലാതെ മറ്റെന്താണ് മറുപടി കൊടുക്കുക? ഈ വസ്തുത ഖുർആൻ പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹുവിനറിയാം.
അതേപ്പറ്റി നിങ്ങളോട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ തന്റെ അടിമകളിൽ ആരെ കൂടുതൽ അനുയോജ്യരെന്ന് കാണുന്നുവോ അവരെ തന്നെ നിയോഗിക്കുന്നു. ഞാനല്ലാതെ ദൈവമില്ല, എന്നെ സൂക്ഷിച്ചു ജീവിക്കുവിൻ എന്ന വാചകത്തിൽ ഒരു യാഥാർത്ഥ്യം വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് പ്രവാചകത്വത്തിന്റെ ചൈതന്യം എവിടെ ഏത് മനുഷ്യന് നൽകിയാലും അത് നൽകുന്നത് അദ്ദേഹം ഈ സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യുന്നതിനു വേണ്ടിയാണ്. അല്ലാഹു അല്ലാതെ ദൈവമില്ല, അവൻ മാത്രമാണ് ഭക്തി കാണിക്കപ്പെടാൻ അർഹൻ. അവനെ ഭയപ്പെടണം. അവനല്ലാത്ത മറ്റാരുടെയും അതൃപ്തിയെ ഭയക്കേണ്ടതില്ല, അവന്റെ ശിക്ഷയെ ഭയപ്പെടണം. خلق السماوات والأرض بالحق تعالى عما يشركون. ഏകനായ അല്ലാഹു ആകാശഭൂമികളെ യാഥാർത്ഥ്യബോധത്തോടെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ജനം ആരോപിക്കുന്ന പങ്കാളിത്തത്തിന് അതീതനും അത്യുന്നതനുമാണവൻ. ദൈവത്തിന്റെ പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന തൗഹീദിന് ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ നിർമ്മാണശാല മതിയായ തെളിവ് നൽകുന്നുണ്ട്. ഈ നിർമ്മാണശാല ഏതെങ്കിലും ഭാവനാധിഷ്ഠിതമായ അത്ഭുത വിളക്കൊന്നുമല്ല, തികച്ചും വ്യവസ്ഥാപിതമായി നിർമ്മിക്കപ്പെട്ടതാണ്. അതിലെവിടെ വേണമെങ്കിലും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ശിർക്കിന്റെ ഒരു തെളിവും എവിടെ നിന്നും ലഭിക്കുകയില്ല. അല്ലാഹു അല്ലാത്ത മറ്റാരുടെയും ദിവ്യത്വം എങ്ങും നടക്കുന്നതായി കാണപ്പെടുകയുമില്ല. ഇത്രയും ശക്തമായ യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായ ഈ വ്യവസ്ഥ കറകളഞ്ഞ തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ് ചലിക്കുന്നത്. എങ്കിൽ നിങ്ങളുടെ ഈ ശിർക്കിന്റെ കള്ളനാണയം എവിടെയാണ് വിലപ്പോവുക? അതിന്റെ പിന്നിൽ ഊഹങ്ങളും അനുമാനങ്ങളുമല്ലാതെ യാഥാർത്ഥ്യത്തിന്റെ അംശം പോലുമില്ലാതിരിക്കെ പ്രത്യേകിച്ചും ഇതിനുശേഷം ഒരു വശത്ത് തൗഹീദിനും മറുവശത്ത് പ്രവാചകത്വത്തിനും തെളിവുകൾ നൽകുന്ന വിധത്തിൽ മനുഷ്യ സൃഷ്ടിയിൽ നിന്നും പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളിൽ നിന്നുമുള്ള ദൃഷ്ടാന്തങ്ങൾ നിരത്തിവെക്കുകയാണ്. خلق الإنسان من نطفة فإذا هو خصيم مبين. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ശുക്ലകണത്തിൽ നിന്നത്രേ. എന്നിട്ടോ മനുഷ്യനതാ തെളിഞ്ഞ കുതർക്കിയായി തീർന്നിരിക്കുന്നു. ഇതിന് രണ്ടർത്ഥമുണ്ടാകാവുന്നതാണ്. മിക്കവാറും രണ്ടും ഉദ്ദേശ്യവുമായിരിക്കാം. ഒന്ന്, നിസ്സാരമായ ഒരു ശുക്ലകണത്തിൽ നിന്നാണ് ഗവേഷണ പരീക്ഷണങ്ങൾ നടത്താനും സ്വന്തം വാദഗതികൾക്ക് ന്യായങ്ങൾ നിരത്താനും കഴിവുള്ള മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത്. രണ്ടാമത്തേത് ഇതാണ്, ഇന്ദ്രിയം പോലുള്ള അതിനിസ്സാരമായ വസ്തുവിൽ നിന്നാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് അവന്റെ ഒരതിക്രമം നോക്കൂ. അവൻ ദൈവത്തിനെതിരിൽ കലഹത്തിന് വരുന്നു. ആദ്യത്തെ അർത്ഥമനുസരിച്ച് ഈ ആയത്ത് ശേഷം അവതരിപ്പിക്കുന്ന ദൃഷ്ടാന്ത പരമ്പരയുടെ ഒരു കണ്ണി മാത്രമാണ്. രണ്ടാമത്തെ അർത്ഥമനുസരിച്ച് ഈ ആയത്ത് മനുഷ്യനെ ഉണർത്തുകയാണ്. വലിയ വലിയ ന്യായങ്ങൾ പറയുന്നതിനു മുമ്പ് സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്കൂ. നീ ഏത് രൂപത്തിൽ എവിടെ നിന്ന് വന്നു, എവിടെയെത്തി? ആദ്യം ഏത് സ്ഥലത്താണ് നീ വളർത്തപ്പെട്ടത്? പിന്നീട് ഏത് മാർഗത്തിലൂടെയാണ് നിസ്സഹായനായി ഭൂമിയിലേക്ക് വന്നത്? പിന്നീട് ഏതെല്ലാം ഘട്ടങ്ങൾ തരണം ചെയ്താണ് യുവത്വത്തിലെത്തിയത്? ഇപ്പോൾ സ്വയം മറന്ന് ആരെയാണ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്? وَالْأَنْعَامَ خَلَقَهَا لَكُمْ فِيهَا دِفْءٌ وَمَنَافِعُ وَمِنْهَا تَأْكُلُونَ. കാലികളെയും അവൻ സൃഷ്ടിച്ചു തന്നു. അവയിൽ നിങ്ങൾക്ക് വസ്ത്രമുണ്ട്, ഭക്ഷണമുണ്ട്, വേറെയും പലതരം പ്രയോജനങ്ങളുണ്ട്. وَلَكُمْ فِيهَا جَمَالٌ حِينَ تُرِيحُونَ وَحِينَ تَسْرَحُونَ. സന്ധ്യയിൽ തിരിച്ചുകൊണ്ടുവരുമ്പോഴും പ്രഭാതത്തിൽ മേയാൻ വിട്ടയക്കുമ്പോഴും നിങ്ങൾക്കവയിൽ കൗതുകമുണ്ട്. وَتَحْمِلُ أَثْقَالَكُمْ إِلَى بَلَدٍ لَّمْ تَكُونُوا بَالِغِيهِ إِلَّا بِشِقِّ الْأَنفُسِ إِنَّ رَبَّكُمْ لَرَءُوفٌ رَحِيمٌ. വലിയ ക്ലേശത്തോടുകൂടിയല്ലാതെ എത്തിച്ചേരാൻ കഴിയാത്ത ദേശങ്ങളിലേക്ക് അവ നിങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്നു. നിങ്ങളുടെ നാഥൻ വളരെ കനിവുറ്റവനും ദയാപരനുമല്ലോ. وَالْخَيْلَ وَالْبِغَالَ وَالْحَمِيرَ لِتَرْكَبُوهَا وَزِينَةً وَيَخْلُقُ مَا لَا تَعْلَمُونَ. നിങ്ങൾക്ക് സവാരി ചെയ്യുന്നതിനും
ജീവിതം സുന്ദരമാക്കുന്നതിനുമായി കുതിരകളെയും കോവർ കഴുതകളെയും സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ അറിയുക പോലും ചെയ്യാത്ത നിരവധി വസ്തുക്കളെയും അവൻ നിങ്ങളുടെ പ്രയോജനത്തിനു വേണ്ടി സൃഷ്ടിക്കുന്നു. അതായത് മനുഷ്യന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനേകം ജീവികളുണ്ട്. പക്ഷെ എവിടെയെല്ലാം എത്രയെല്ലാം സഹായികൾ തനിക്കു വേണ്ടി സേവനം ചെയ്യുന്നുണ്ടെന്നോ എന്തെല്ലാം സേവനങ്ങളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ മനുഷ്യൻ അറിയുന്നു പോലുമില്ല. وعلى الله قصد السبيل ومنها جائر ولو شاء لهداكم أجمعين. മാർഗങ്ങളിൽ വക്രമായതുമുണ്ടായിരിക്കെ നേർമാർഗം കാണിച്ചു കൊടുക്കുക അല്ലാഹുവിന്റെ ചുമതലയാകുന്നു. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ എല്ലാവരെയും സന്മാർഗത്തിലാക്കുമായിരുന്നു. തൗഹീദിന്റെയും കാരുണ്യത്തിന്റെയും രക്ഷാകർത്തൃത്വത്തിന്റെയും തെളിവുകൾ അവതരിപ്പിക്കുന്നതിനിടയിൽ പ്രവാചകത്വത്തിന്റെ ഒരു തെളിവുകൂടി സൂചനാരൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ തെളിവിന്റെ സംക്ഷിപ്ത വിവരണമാണ് ഇനി പറയുന്നത്. ഭൂമിയിൽ മനുഷ്യർക്കു വേണ്ടി ചിന്താപരവും കർമ്മപരവുമായ ധാരാളം മാർഗങ്ങളുണ്ടാവുക സാധ്യമാണ്. നിലവിൽ അങ്ങനെയുണ്ട് താനും. ഈ മാർഗങ്ങളെല്ലാം ഒരേ സമയത്ത് സത്യമാവുകയില്ല. സത്യം എപ്പോഴും ഒന്നു മാത്രമാണ്. അതിനാൽ ശരിയായ ജീവിത വ്യവസ്ഥിതിയും ആ സത്യത്തിന് അനുയോജ്യമായത് തന്നെയായിരിക്കണം. അതേപോലെ കർമ്മപരമായി ഉണ്ടാവാൻ സാധ്യതയുള്ള നിരവധി മാർഗങ്ങളിൽ ശരിയായ മാർഗം ശരിയായ ജീവിത വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മാർഗം തന്നെയായിരിക്കണം. ഈ ശരിയായ ജീവിത വ്യവസ്ഥിതിയും ശരിയായ കർമ്മമാർഗവും അറിയുക എന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരാവശ്യമാണ്. എന്നല്ല, അതാണ് അടിസ്ഥാനപരമായ ആവശ്യം. എന്തുകൊണ്ടെന്നാൽ മറ്റെല്ലാ ആവശ്യങ്ങളും ഉന്നത നിലവാരത്തിലുള്ള ഒരു ജീവി എന്ന നിലയിൽ മാത്രം അവനുമായി ബന്ധിക്കപ്പെട്ടതാണ്. പക്ഷെ ഈയൊരാവശ്യം മനുഷ്യനാണെന്ന നിലയിൽ മാത്രമാണ് അവനോട് ബന്ധപ്പെടുന്നത്. അഥവാ ഈ ഒരാവശ്യം പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ മനുഷ്യന്റെ മുഴു ജീവിതവും നിഷ്ഫലമായി എന്നാണ് അർത്ഥം. ഇപ്പോൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മുഴുവൻ സാധന സാമഗ്രികളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിവെച്ചത് അല്ലാഹുവാണ്. നിങ്ങൾ ഭൂമിയിലേക്ക് വന്നതിനു ശേഷം ജൈവപരമായ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി ഇത്രയും വ്യവസ്ഥാപിതമായ ക്രമീകരണങ്ങൾ ചെയ്തു വെച്ചതും അവനാണ്. നിങ്ങളുടെ മനുഷ്യത്വപരമായ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരാവശ്യം പൂർത്തീകരിക്കാൻ അവൻ യാതൊരു സംവിധാനവും ഉണ്ടാക്കിയിട്ടില്ലെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഈ സംവിധാനമാണ് പ്രവാചകത്വത്തിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പ്രവാചകനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ മാർഗദർശനത്തിനായി ദൈവം മറ്റെന്ത് സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഇതിനു മറുപടിയായി ശരിയായ മാർഗമേതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ മനുഷ്യർക്ക് ദൈവം ബുദ്ധി നൽകിയിരിക്കുന്നുവെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും മുമ്പ് ഒട്ടേറെ വ്യത്യസ്ത മാർഗങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നതുതന്നെ അതിന് ശരിയായ മാർഗം കണ്ടെത്താൻ കഴിവില്ലെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. അതേപോലെ ദൈവം നമ്മുടെ മാർഗദർശനത്തിനായി ഒരു വ്യവസ്ഥയും ചെയ്തിട്ടില്ലെന്ന് പറയാനും സാധ്യമല്ല. കാരണം ഒരു ജീവി എന്ന നിലയിൽ നിങ്ങളുടെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടതെല്ലാം ഒരുക്കിവെക്കുക. അതേസമയം ഒരു മനുഷ്യൻ എന്ന നിലയിൽ തികഞ്ഞ അന്ധകാരത്തിൽ വഴിയറിയാതെ തപ്പിത്തിരിയാൻ വിട്ടേക്കുകയും ചെയ്യുക. ഇതിനേക്കാൾ തെറ്റായ ഒരു ധാരണ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് വെച്ചു പുലർത്താൻ സാധ്യമല്ല. മനുഷ്യനെ മാർഗദർശനം ചെയ്യുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ മറ്റ് സൃഷ്ടിജാലങ്ങളിലെന്ന പോലെ അവനിൽ സന്മാർഗദർശനം ജന്മസിദ്ധ പ്രകൃതിയായി നിക്ഷേപിക്കാൻ അല്ലാഹുവിന് കഴിയുമായിരുന്നു. പക്ഷേ ഇതവന്റെ ഉദ്ദേശ്യമല്ല. മറിച്ച് ഇച്ഛാനുസാരം ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനും ഏതു മാർഗത്തിലൂടെ വേണമെങ്കിലും നടക്കാനും സ്വാതന്ത്ര്യവും വിവേചനാധികാരവുമുള്ള ഒരു സൃഷ്ടിയെ ഇവിടെ വസിപ്പിക്കാനാണ് അവൻ ഇച്ഛിക്കുന്നത്. ഈ വിവേചനാധികാരം ഉപയോഗിക്കുന്നതിനായി മനുഷ്യന് വിജ്ഞാനോപാധികളും ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള കഴിവും നൽകിയിരിക്കുന്നു. ഉദ്ദേശിക്കാനും തീരുമാനിക്കാനുമുള്ള ശക്തി പ്രദാനം ചെയ്തിരിക്കുന്നു. പ്രത്യക്ഷവും പരോക്ഷവുമായ നിരവധി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം നൽകിയിരിക്കുന്നു. സന്മാർഗവും ദുർമാർഗവും സ്വീകരിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രേരകങ്ങൾ അകത്തും പുറത്തും അവൻ ഒരുക്കിവെച്ചിരിക്കുന്നു. പ്രകൃത്യാ മാർഗദർശനം നൽകപ്പെട്ട നിലയിലാണ് അല്ലാഹു അവനെ സൃഷ്ടിച്ചതെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാകുമായിരുന്നു. നൽകപ്പെട്ട സ്വാതന്ത്ര്യം ശരിയാം വണ്ണം ഉപയോഗിക്കുമ്പോൾ ലഭ്യമാകുന്ന പുരോഗതിയുടെ അത്യുന്നത പദവിയിലെത്തിച്ചേരാൻ അവന് സാധിക്കുമായിരുന്നില്ല. അതിനാൽ
അള്ളാഹു മനുഷ്യന് നേർവഴി ലഭിക്കാൻ നിർബന്ധ മാർഗദർശന രീതി സ്വീകരിച്ചില്ല. മറിച്ച് പ്രവാചകത്വത്തിന്റെ രീതിയാണ് സ്വീകരിച്ചത്. അതുവഴി അവന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കപ്പെടുന്നു. അവൻ പരീക്ഷിക്കപ്പെടുക എന്ന ഉദ്ദേശ്യം പൂർത്തീകരിക്കപ്പെടുന്നു. കാരണം പ്രവാചകന്മാർ ബുദ്ധിപരമായ രീതിയിൽ അവന് സന്മാർഗം തുറന്നു കാട്ടിക്കൊടുക്കുന്നു. هو الذي أنزل من السماء ماء لكم منه شراب ومنه شجر فيه تسيمون. അവനാണ് നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് ജലം വർഷിച്ചു തന്നത്. അതിൽ നിന്ന് നിങ്ങൾ കുടിക്കുന്നു. മൃഗങ്ങൾക്ക് തീറ്റയുമുണ്ടാക്കുന്നു.